അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സൂറത്ത് അഅലയിലെ തുടർന്നുള്ള ഭാഗം ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ വനുയസ്സിറുക ലിൽയുസ്റാ ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റാ സയദ്ദക്കറു മൻ യഖ്ശാ. ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടൊന്നും ജബ്ബാർ പറഞ്ഞിട്ടില്ല. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, പരസ്യമായതും ഗുപ്തമായതും അല്ലെങ്കിൽ രഹസ്യമായതും എല്ലാം അറിയുന്നവനാണവൻ അല്ലാഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വനുയസ്സിറുക ലിൽയുസ്റാ, വളരെ സൗകര്യപ്രദമായതിലേക്ക് നിനക്ക് നാം എളുപ്പം ഉണ്ടാക്കിത്തരും, സൗകര്യപ്പെടുത്തിത്തരും. അതുകൊണ്ട് ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ, ഉപദേശം പ്രയോജനപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ നീ ഉപദേശിക്കുക. എല്ലാവരെയും കണ്ട് എല്ലായ്പ്പോഴും എന്നതല്ല പ്രബോധനത്തിൻ്റെ രീതിയെന്നും, ആരെയാണ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് ആദർശത്തിലേക്ക് അത് അംഗീകരിക്കാൻ കിട്ടുക എന്ന് ഏറെക്കുറെ ധാരണയുള്ള ആളുകൾ, അത്തരം ആളുകളോടാണ് കാര്യങ്ങൾ പറയേണ്ടത്, അവരെയാണ് ക്ഷണിക്കേണ്ടത്. വിശേഷിച്ചും പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ടതാണിത്. സയദ്ദക്കറു മൻ യഖ്ശാ, അള്ളാഹുവിനെ ഭയക്കുന്നവൻ അവൻ ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ടും. അതുകൊണ്ട് ഈ ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടത്. വസയുജന്നബുഹൽ അഷ്ഖ, ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ മാത്രമാണ് ഈ ഉപദേശത്തെ നിരാകരിക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ മനുഷ്യൻ്റെ വിജയപരാജയങ്ങൾ, അവൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ അതന്തിമമായി അനുഭവപ്പെടുക പരലോക ജീവിതത്തിലാണ്. അപ്പോൾ പരലോക ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന ആളുകൾ ഇത് അംഗീകരിക്കും, അവിടെ പരാജയപ്പെടുന്ന ആളുകൾ ഇതിനെ നിരാകരിക്കുകയും ചെയ്യും. അതാണ് വസയുജന്നബുഹൽ അഷ്ഖ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണത്, വയതജന്നബുഹൽ അഷ്ഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണത് അല്ലദീ യസ്ലന്നാറൽ കുബ്ര, നരകത്തിൽ, വലിയ നരകത്തിൽ, വലിയ അഗ്നിയിൽ പ്രവേശിക്കുന്നവൻ. അല്ലദീ യസ്ലന്നാറൽ കുബ്ര, സലിയ യസ്ല എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ കത്തിക്കരിയുക എന്നൊക്കെ അർത്ഥം പറയാം. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, പിന്നെ അവിടെ അവൻ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല. ഇവിടെ ജബ്ബാർ പറയുന്നത് വസനുയസ്സിറുക ലിൽയുസ്റ, ഏറ്റവും സൗകര്യപ്രദമായതിലേക്ക് നിനക്ക് നാം സൗകര്യം ചെയ്തു തരും എന്ന് പറഞ്ഞിടത്ത് പറയുന്നത്, മുഹമ്മദിൻ്റെ മനസ്സിലെ പ്ലാൻ കുറേശ്ശെ വെളിപ്പെടുന്നു, അതിൻ്റെ സൂചന ഇതിലുണ്ട്. ഈ ജബ്ബാർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് വായിക്കാൻ പറ്റിയ ഒരാളാണ്, ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ. അതും 1000-ലേറെ വർഷം മുമ്പ് മരിച്ചുപോയ മനുഷ്യൻ്റെ മനസ്സ് വരെ വായിക്കാൻ കഴിവുള്ള കുശാഗ്രബുദ്ധിയായ നല്ല ഒരു മനഃശാസ്ത്രജ്ഞനാണ് നമ്മളെ ജബ്ബാർ. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇത്ര ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രം വായിക്കാൻ ലോകത്ത് വേറെ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ജബ്ബാറിനെ ആ നിലക്ക് നമ്മൾക്ക് പൂവിട്ട് മാലയിട്ട് ആദരിക്കാം. മനുഷ്യൻ പറയണതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ?
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കായിലെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഭാവി എന്താവും, എന്ത് ചെയ്യാൻ പറ്റും, എങ്ങോട്ട് പോകാൻ പറ്റും എന്നൊന്നും നിർണ്ണയിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ, അതും പ്രവാചകനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ നാട് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചില പ്ലാനുകൾ രൂപപ്പെടുത്തുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ഈ പ്ലാന്? സൗകര്യപ്രദമായത് എന്നതുകൊണ്ട് ജബ്ബാർ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? മക്കയുടെ അധികാരം പിടിച്ചെടുക്കാനുള്ളതായിരിക്കും. അതിന് പറ്റിയ ചില മാർഗങ്ങൾ, ചില സൗകര്യങ്ങൾ നിനക്ക് നാം നൽകാം എന്ന് ഇവിടെ ഖുർആൻ പറയുന്നു. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് തന്നെ പറയുന്നു എന്നാണല്ലോ ജബ്ബാറിൻ്റെ ഭാഷ്യം. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ആ അവസ്ഥ പരിഗണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അതീവ ദുസ്സഹമായ പ്രയാസമേറിയ ഇത്തരം ഒരു ഘട്ടങ്ങളിൽ ഭാവിയിൽ ഏതോ കാലത്ത് തനിക്ക് അധികാരം കൈവരാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വപ്നം കാണുന്നു എന്ന് തന്നെ വെക്കുക. എന്നാൽ തന്നെ ഇവിടെ എന്ത് പ്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ളത് അത് വ്യക്തമാക്കാൻ ജബ്ബാറിന് ബാധ്യത ഉണ്ട്. പക്ഷേ ജബ്ബാർ അതിന് മെനക്കെടൂല. കാരണം ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം കോതക്ക് വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നതുപോലെ തോന്നിയതൊക്കെ വിളിച്ചറിയാനുള്ളതാണ് ജബ്ബാറിൻ്റെ രീതി. ഇവിടെ വസനിയസ്സിറുക്കലിൽ യുസ്റ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ വാക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ രണ്ട് സാധ്യത ഉള്ളത് ശരിയാണ്. ഒന്ന്, ഭൗതിക ജീവിതത്തിൽ ഇപ്പോൾ നീ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇക്കരങ്ങളൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രബോധനം വിജയിക്കാനുള്ളതാണ്, ഇത് പരാജയപ്പെടാനുള്ളതല്ല. ഇപ്പോഴത്തെ ഈ പ്രയാസം നീ അത്ര പരിഗണിക്കേണ്ടതില്ല, കണക്കിലെടുക്കേണ്ടതില്ല. അത് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള എന്താണ്? ഇപ്പോൾ ഭാവിയെ സംബന്ധിച്ചൊന്നും പറയാൻ കഴിയാത്ത ഒരു മനുഷ്യന് എന്തായിരുന്നാലും ഇത് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഭാവി വിജയത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയാണിത്. വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിൻ്റെ ഇജാസ്, മനുഷ്യന് സാധ്യമല്ലാത്തൊരു സംഗതി മുൻകൂട്ടി പറയാനുള്ള ഖുർആനിൻ്റെ കഴിവ്, അതായത് അള്ളാഹുവിൻ്റെ കഴിവ്, അതുകൂടിയാണ് ഇവിടെ വെളിപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഫലമാണ് പിന്നീട് മക്ക വിജയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. മറ്റൊന്ന്, വസനുയസ്സിറുക ലിൽ യുസ്റ എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടും എന്നത് ശരിയാണ്. പക്ഷേ ഇതിനൊക്കെ അർഹമായിട്ടുള്ള ഏറ്റവും നല്ല പ്രതിഫലം നിനക്ക് പരലോക ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രയോഗം എന്ന് പറയുന്നത് രണ്ട് ആശയം ഉൾക്കൊള്ളുന്ന, രണ്ട് അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗം. ഒന്ന്, ഭൗതിക ജീവിതത്തിൽ നിനക്ക് വിജയം വരിക്കാൻ കഴിയും, അത് ഭാവിയിൽ നിനക്ക് അനുഭവപ്പെടും എന്നതാണ് ഒന്ന്. രണ്ടാമത്തെ, നീ പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ അതൊരിക്കലും പാഴായി പോകുന്നില്ല, പരലോക ജീവിതത്തിൽ നിനക്ക് അതിന് അർഹമായിട്ടുള്ള പ്രതിഫലം ലഭിക്കും. അവിടെ സ്വർഗവും ആ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളുമൊക്കെയാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഈ രണ്ട് നിലക്കുള്ള ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല, ലോകത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായി മുമ്പോട്ട് വരുന്ന വിപ്ലവകാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സ്വപ്നങ്ങളുണ്ടാവും എന്നുള്ളത് ശരിയാണ്. അത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നം അവർ സ്വയം വെച്ച് പുലർത്തുന്നതല്ല, അത് അള്ളാഹു തന്നെ അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്നതാണ്, അവർക്ക് വാഗ്ദാനം നൽകുന്നതാണെന്നുള്ള വ്യത്യാസമുണ്ട്. സ്വപ്നം കാണാതെ ഒരാൾക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതേത് പ്രയാസകരമായ സാഹചര്യത്തിലും മനുഷ്യൻ സ്വപ്നത്തോ കണ്ടുകൊണ്ട് മാത്രമേ അവന് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോഴേ അവനവൻ്റെ പ്രവർത്തന മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റം അത് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നീക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളത്
മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കുന്ന ആർക്കും ബോധ്യമാവുന്നൊരു സംഗതിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്വപ്നം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒന്ന് ഭൗതിക ജീവിതത്തിലെ വിജയം, രണ്ടാമത്തത് പാരത്രിക ജീവിതത്തിലെ അന്തിമമായിട്ടുള്ള നേട്ടം, ഇത് രണ്ടും അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ ലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഫസൻ യസ്റുക, അതിൽ ഭൗതിക ജീവിതത്തിലേത് നമ്മൾ ചരിത്രം വായിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. ഇത്രയൊക്കെ പ്രയാസപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മക്കയിൽ നിന്ന് ആരും കാണാതെ ആരുടെയും കണ്ണിൽ പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹം വിജയശ്രീലാളിതനായിട്ട് മക്കയിലേക്ക് തിരിച്ചു വരികയും മക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിവിടെ തെളിഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തേത് പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്തായിരുന്നാലും പിന്നെ അതിൽ സംശയം ഉണ്ടാവില്ല. ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കും അത് കാണാനിരിക്കുന്ന ഒരു സംഗതിയാണ്. കാണാൻ പോണ പൂരം ചോദിച്ചറിയേണ്ടതില്ല എന്നാണല്ലോ. അതുകൊണ്ട് അത് അവിടെ വരുമ്പോൾ ജബ്ബാറിന് ബോധ്യമാവും താൻ എന്തിനാണ് ആരെയാണ് തെറി പറഞ്ഞിരുന്നതെന്നും താൻ എന്തിനു വേണ്ടിയാണ് തൻ്റെ ജീവിതത്തെ തൊലച്ച് കളഞ്ഞിട്ടുള്ളതെന്നും ജബ്ബാറിന് ബോധ്യമാവും. അപ്പോൾ അത് ജബ്ബാർ കണ്ട് അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് പറയുന്നത് ഫദക്കിർ ഇന്ന ഫഅത്തി ദിക്റ, അതായത് ഉപദേശം എവിടെയാണോ ഫലപ്പെടുക അവരോടെ ഉപദേശിക്കേണ്ടതുള്ളൂ എന്നുള്ളത്. ഇതും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രബോധന രംഗത്ത് നയരൂപീകരണത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. നാട്ടിലുള്ള എല്ലാവരോടും തൻ്റെ ആശയങ്ങൾ പറയുകയും അവരെല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാന്നുള്ളത് പ്രായോഗികമാവില്ല. അപ്പോൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിതലത്തിലും അല്ലാത്തതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആരെയാണ് ഈ ആദർശം സ്വീകരിക്കാൻ ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു പ്രസ്ഥാന പ്രവർത്തനം സംബന്ധിച്ചും അനിവാര്യമായ സംഗതിയാണ്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഉപദേശിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നിനക്ക് പെട്ടെന്ന് നിൻ്റെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളോട് ഉപദേശിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഉപദേശവും കൂടിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ്. ഇനി സയദ്ദക്കറു മൻ യഖ്ഷ, ഇതാരായിരിക്കും സ്വീകരിക്കുക? മനുഷ്യരെല്ലാവരും സത്യം അംഗീകരിക്കാൻ സന്നദ്ധരാവില്ലാന്നുള്ളത് മനുഷ്യ ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഇത് അംഗീകരിക്കാൻ തയ്യാറാവുക അള്ളാഹുവിനെ സംബന്ധിച്ച് അല്പമൊക്കെ ബോധവും അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് താൻ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ആ ഒരു ബോധ്യവുമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ സയദ്ദക്കറു മൻ യഖ്ഷ, ഭയക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നൊക്കെ ബോധ്യമുള്ള ആളുകൾക്കാണ് ഇത് പ്രയോജനം ചെയ്യുക. അവരായിരിക്കും ഇത് സ്വീകരിക്കുക. അപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടതെന്നാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്ബോധിപ്പിക്കുന്നത്.